തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ രാഷ്ട്രീയ പ്രത്യാക്രമണങ്ങൾ. തന്ത്രിയുടെ താമസ സ്ഥലത്ത് ബി.ജെ.പി. നേതാക്കൾ അടിയന്തര സന്ദർശനം നടത്തിയതെന്തിനെന്ന് വി. ശിവൻകുട്ടി. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM കോൺഗ്രസ് കുറുവാ സംഘമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശബരിമല തന്ത്രിയുടെ അറസ്റ്റ് ഹൈന്ദവ വിശ്വാസികൾക്ക് തന്നെ നാണക്കേടായിരിക്കെ ഇതിന്റെ പേരിൽ രാഷ്ട്രീയക്കാർ നടത്തുന്ന പ്രത്യാക്രമണങ്ങളാണ് അതിനേക്കാൾ സഹിക്കാൻ കഴിയാത്തത്. തന്ത്രിയായാലും മന്ത്രിയായാലും കുറ്റക്കാർ പിടിക്കപ്പെടണമെന്ന ന്യായമാണ് കുമ്മനം രാജശേഖരൻ പങ്കുവച്ചത്. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട BJPയെ കടന്നാക്രമിക്കുകയായിരുന്നു മന്ത്രി വി. ശിവൻകുട്ടി. BJP നടത്തുന്ന നീക്കങ്ങൾ കള്ളന്മാരെ പിടികൂടാനല്ല, മറിച്ച് കുറ്റവാളികളായ തങ്ങളുടെ സ്വന്തക്കാരെ സംരക്ഷിച്ചു നിർത്താനാണെന്നായിരുന്നു മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞത്. സ്വർണം കട്ടവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നതല്ല BJPയുടെ യഥാർത്ഥ ആവശ്യം. തങ്ങളുടെ നിഗൂഢ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരെ എന്ത് വില കൊടുത്തും രക്ഷിച്ചെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ അജണ്ടയെന്നും മന്ത്രി പറഞ്ഞു. BJP പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിഷേധ പരിപാടികൾക്കെതിരെയാണ് ശിവൻകുട്ടി വാളോങ്ങിയത്. ആർക്കെതിരെയാണ് BJP പ്രതിഷേധം നടത്തുന്നത്? നിലവിൽ അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. അപ്പോൾ BJPയുടെ ഈ സമരം ഹൈക്കോടതിക്കെതിരെയാണോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. അയ്യപ്പ വിശ്വാസികളെക്കാൾ കുറ്റവാളികളോട് BJPക്ക് കൂറ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഭക്തരുടെ വികാരം വെച്ച് മുതലെടുപ്പ് നടത്തുന്നവർ ഇപ്പോൾ കള്ളന്മാർക്ക് വേണ്ടി കവചം തീർക്കുന്നത് വിരോധാഭാസമാണ്. സംസ്ഥാന ഏജൻസിയുടെ അന്വേഷണം കൃത്യമായി നടക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് BJPയുടെ ഉള്ളിലെ ഭയത്തിന്റെ പ്രതിഫലനമാണ്. സത്യം പുറത്തുവരുമെന്നും തങ്ങളുടെ പങ്ക് വെളിപ്പെടുമെന്നും അവർ ഭയക്കുന്നുണ്ട്. തന്ത്രിയുടെ താമസ സ്ഥലത്ത് നേതാക്കൾ അടിയന്തരമായി സന്ദർശനം നടത്തിയത് എന്തിനാണെന്ന് BJP വ്യക്തമാക്കണം. അത് തെളിവ് നശിപ്പിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM കോൺഗ്രസ് കുറുവാ സംഘമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ എന്ന് സംശയമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. CPM കോൺഗ്രസ് കുറുവാ സംഘമാണ് പിന്നിൽ. ജനുവരി 14 മകരവിളക്ക് ദിവസം വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി നടത്തും. NDയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന്റെ തുടക്കമായിരിക്കും അത്. SITയുടെ നടപടികൾ ദുരൂഹമാണെന്നും BJP നേതാവ് K. സുരേന്ദ്രനും ആരോപിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന്റെയും PS പ്രശാന്തിന്റെയും പേര് പറഞ്ഞിരുന്നു. തന്ത്രിക്ക് ഭണ്ഡാരം സൂക്ഷിക്കാൻ അധികാരമില്ല. കൊള്ള നടന്നതിന്റെ ഉത്തരവാദി ദേവസ്വം ബോർഡിനാണ്. ആചാരം ലംഘിച്ചതിന് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായി പറയുന്നില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു.